പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ഖത്തറിൽ ഇന്നലെ 266 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 36 പേർ വിദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയവരാണ്. 227 പേർ രോഗമുക്തി നേടി. നിലവിലുള്ള ആകെ രോഗികളുടെ എണ്ണം 2892 ഇന്നലെ 6505 പേർക്ക് പരിശോധന നടത്തി. ഇതുവരെ 89,09,439 പേരിൽ പരിശോധന നടത്തിയപ്പോൾ 13,210 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണ് ഇത്. ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ എണ്ണം 225 ആകെ 12,07,93 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. ഒമാനിൽ കോവിഡ് ബാധിച്ച് 10 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ രാജ്യത്ത് 1147 പേർക്ക് കോവിഡ് മൂലം ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 353 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 582 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. ഇതിനകം 11,18,037 പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 97,949 87.5% രാജ്യത്തെ രോഗമുക്തി നിരക്ക്. കുവൈറ്റിൽ 889 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 11,94,020 പേർക്കാണ് വൈറസ് ബാധിച്ചത്. വ്യാഴാഴ്ച 798 പേർ ഉൾപ്പെടെ 11,714 പേർ രോഗമുക്തി നേടി. 9 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 730 ബാക്കി 7,976 പേരാണ് ചികിത്സയിലുള്ളത്. 126 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 8,045 പേർക്കാണ് പുതിയതായി കോവിഡ് പരിശോധന നടത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നവരുടെ യാത്രാവിലക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് ഏർപ്പെടുത്തി. വിദേശികൾക്കും OCI കാർഡുള്ളവർക്കും വിനോദസഞ്ചാരം ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കും. കണ്ണൂർ സ്വദേശിയായ യുവാവ് കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കണ്ണൂർ കൊക്കാനം കരിവെള്ളൂർ സ്വദേശി ഷൈജു ആണ് മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വെൽഫെയർ കേരള കുവൈറ്റ് നേതൃത്വം നൽകുന്നു. പുതിയ വിസയുമായുള്ള വിദേശികൾക്ക് ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പുമായി വിമാന കമ്പനികൾ. ഒമാൻ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാന കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് സൗദിയിൽ ശക്തമായി പൊടിക്കാറ്റ് പ്രതീക്ഷിക്കാമെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പകൽ സമയത്ത് മക്കയിലും മദീനയിലും കനത്ത ചൂടോടെയുള്ള ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടാവുമെന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാലാവസ്ഥ സ്ഥിരമായിരിക്കുമെന്നും ജനറൽ അതോറിറ്റി ഓഫ് മെറ്റീരിയോളജി ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അധികൃതർ അറിയിച്ചു. സഞ്ചാരികൾക്കായി വിസ്മയങ്ങൾ ഓരോന്നായി തുറന്ന് ദുബായ്. ലോകത്തെ ഏറ്റവും വലിയ ജലധാര ഇന്ന് പാം ജുമൈറയിൽ തുറക്കും. നക്കീൽ മാളിന്റെ ദ പോയിന്റിക്ക് സമീപമാണ് വിവിധ നിറത്തിലുള്ള ജലധാര. കടൽ ജലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ദുബായിലെ ഏക ബഹുവർണ്ണ ജലധാരയാണ് ഇത്. 105 മീറ്റർ ഉയരത്തിൽ ജലം ചീറ്റും. 3000 LED ലൈറ്റുകൾ വർണ്ണവിസ്മയം തീർക്കും. ഖത്തറിൽ കടുത്ത ചൂടിനെ തുടർന്ന് തുറസ്സായ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അനുവദിച്ച വിശ്രമ സമയം ദീർഘിപ്പിച്ച തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന് മന്ത്രിസഭാ അംഗീകാരം. അമീരി ദിവാനിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽധാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുറം തൊഴിലാളികളുടെ വേനൽക്കാല വിശ്രമ സമയം ദീർഘിപ്പിച്ച തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. ഇന്ത്യ അടക്കമുള്ള 34 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതിന് ദേശീയ വിമാന കമ്പനികൾ സമർപ്പിച്ച നിർദ്ദേശം ആരോഗ്യമന്ത്രി ബാസിൽ അൽ സബാഹ് ഇന്ന് ചർച്ച ചെയ്യും. ഇതിന് മന്ത്രിയുടെ അംഗീകാരം ലഭിച്ചാൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന.